And our goal is not in hand. Hi everyone, welcome to Stardust Academy. ഞാൻ റോഷ്ന. നമുക്കിന്ന് സെറ്റ് ഓഫ് ലോസസ് അതേപോലെ ക്യാരി ഫോർവേഡ് ആൻഡ് സെറ്റ് ഓഫ് ലോസസ് ഈ ടോപ്പിക്കാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. അപ്പോൾ അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസും കമ്പ്യൂട്ടേഷൻസും ഒക്കെ നമുക്ക് പഠിക്കാം. നേരെ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കാം എന്താണ് സെറ്റ് ഓഫ് ലോസസ്, എന്താണ് ക്യാരി ഫോർവേഡ് ആൻഡ് സെറ്റ് ഓഫ് ലോസസ്. ഇപ്പോൾ സെറ്റ് ഓഫ് ലോസ് മീൻസ് അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ലോസസ് അഗെയിൻസ്റ്റ് ദ പ്രോഫിറ്റ് ഫ്രം അനദർ സോഴ്സ് ഓർ ഹെഡ് ഓഫ് ഇൻകം ഇൻ ദ സെയിം അസസ്മെന്റ് ഇയർ. ഇപ്പോൾ ഒരു അസസ്മെന്റ് ഇയറിൽ തന്നെ നമുക്കറിയാം നമുക്ക് 5 ഹെഡ്സ് ഓഫ് ഇൻകം ഉണ്ട്. അപ്പോൾ ഈ 5 ഹെഡ്സിൽ ചില ഹെഡ്സിന് നമുക്ക് എന്ത് വരാം, ലോസസ് വരാം. അല്ല ഹെഡിൻ്റെ ഇടയിൽ തന്നെ 2-3 സോഴ്സസ് കാണാം. ഫോർ എക്സാമ്പിൾ ഒരു ബിസിനസ്സിൻ്റെ ഇടയിൽ തന്നെ ഒരാൾക്ക് 2-3 ബിസിനസ് കാണാം. അപ്പോൾ അതൊക്കെ ഓരോ സോഴ്സസ് ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഒരു ബിസിനസ്സിൽ ലോസ് വരാം, ഒരു ബിസിനസ് പ്രോഫിറ്റ് വരാം. അപ്പോൾ ഈ ലോസ് ആൻഡ് പ്രോഫിറ്റ് ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ലോസ് വേറൊരു സ്ഥലത്തുള്ള ഇൻകത്തിലേക്ക് സെറ്റ് ഓഫ് ചെയ്യാം, അതിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിനാണ് നമ്മൾ സെറ്റ് ഓഫ് എന്ന് പറയുന്നത്. ഇനി ക്യാരി ഫോർവേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോസ് നമുക്ക് ഈ വർഷം ഒരു അസസ്മെന്റ് ഇയറിൽ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, ഇപ്പോൾ ഈ ഒരു വർഷം ഒരാളുടെ 2 ബിസിനസ്സാണ് ഉള്ളത്, അത് മാത്രമാണ് അയാളുടെ സോഴ്സ് എന്ന് വിചാരിച്ചോ. ഇപ്പോൾ ഒരു ബിസിനസ്സിൽ അയാൾക്ക് 1 lakh ലോസ് വന്നു, ഒരു 5 lakh ലോസ് വന്നു, വേറൊരു ബിസിനസ്സിൽ 2 lakh പ്രോഫിറ്റ് വന്നു. അപ്പോൾ ഈ 5 lakh ലോസ് 2 lakh പ്രോഫിറ്റിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും അവിടെ ലോസ് ബാക്കി കിടപ്പുണ്ട് അല്ലേ. ഈ ലോസ് നെക്സ്റ്റ് ഇയറിൽ വരുന്ന പ്രോഫിറ്റിലേക്ക് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാം. ഇതിനാണ് ക്യാരി ഫോർവേഡ് ആൻഡ് സെറ്റ് ഓഫ് ലോസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടിൻ്റെ കണ്ടീഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇപ്പോൾ ക്യാരി ഫോർവേഡ് ചെയ്യുമ്പോൾ ഇത്ര ഇയേഴ്സിനൊക്കെ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇന്ന ഹെഡിലേക്ക് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. അപ്പോൾ അതിൽ ഓരോരോ നമ്മുടെ റൂൾസ് ആയിട്ട് നോക്കാം. ഒന്നാമത്തെ റൂൾ വരുന്നത് ഇന്റർ സോഴ്സ് അഡ്ജസ്റ്റ്മെന്റ് ഓർ ഇൻട്രാ ഹെഡ് അഡ്ജസ്റ്റ്മെന്റ്സ് ആണ്. ഇപ്പോൾ ഇന്റർ സോഴ്സ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഹെഡിന്റെ അണ്ടറിൽ തന്നെ 2-3 സോഴ്സസ് വരാം. ഫോർ എക്സാമ്പിൾ ഒരു ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ള ഹെഡിൻ്റെ ഇടയിൽ നമുക്ക് 2-3 ഹൗസ് പ്രോപ്പർട്ടീസ് വരാം അല്ലേ. ഈ 2-3 ഹൗസ് പ്രോപ്പർട്ടീനെ സോഴ്സസ് എന്ന് പറയും, ആ ഹൗസ് പ്രോപ്പർട്ടീനെ ഹെഡ് എന്ന് പറയും അല്ലേ, ടോട്ടലിനെ നമ്മൾ ഹെഡ് എന്ന് പറയും. അതേപോലെ തന്നെ ബിസിനസ് എന്ന് പറയുന്ന ഒരു ഹെഡിൻ്റെ ഇടയിൽ നമുക്ക് 2-3 ബിസിനസ്സസ് വരാം, ഡിഫറെൻറ്റ് ബിസിനസ്സസ് വരാം. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്തുള്ള കണ്ടീഷൻസ് ആണ് ഇവിടെ നോക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. സെറ്റ് ഓഫ് ചെയ്യാം, ഒരു സോഴ്സിൽ നിന്ന് വേറൊരു സോഴ്സിലേക്ക് സെറ്റ് ഓഫ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ 2-3 ബിസിനസ് ഉണ്ട്, ഒരു ബിസിനസ് ലോസ് ആണ്, ബാക്കി 2-ലും പ്രോഫിറ്റ് ആണ്, നമുക്ക് ഇതെടുത്ത് അങ്ങോട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. പക്ഷേ എല്ലാ സിറ്റുവേഷൻസിലും ഈ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ആണ് നമുക്ക് ഇവിടെ പറയുന്നത്. ഒന്നാമത്തെ, ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ക്യാൻ ബി സെറ്റ് ഓഫ് ഓൺലി അഗെയിൻസ്റ്റ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. ഇപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്ന ഹെഡിൻ്റെ ഇടയിൽ വരുന്നതാണ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനും ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനും. അപ്പോൾ ലോങ് ടേം ക്യാപിറ്റൽ ലോസ് വരുവാണെങ്കിൽ അത് നമുക്ക് ഷോർട്ട് ടേമും ഉണ്ട്, അവിടെ ലോങ് ടേം ഉണ്ടല്ലോ ആ ഹെഡിനിടയിൽ തന്നെ. പക്ഷേ അവിടെ നമുക്ക് ഷോർട്ട് ടേമിലേക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല, ലോങ് ടേമിൽ മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൽ മാത്രം. പക്ഷേ ഷോർട്ട് ടേം വരുവാണെങ്കിൽ നമുക്ക് ആ കണ്ടീഷൻസ് നോക്കണ്ട. ഷോർട്ട് ടേം നമുക്ക് ലോങ് ടേം ഗെയിൻ സെറ്റ് ഓഫ് ചെയ്യാം, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനിലും സെറ്റ് ഓഫ് ചെയ്യാം. അപ്പോൾ ലോങ് ടേം ക്യാപിറ്റൽ ലോസ് വരുമ്പോൾ മാത്രമേ ഈ കണ്ടീഷൻ ഉള്ളൂ. നെക്സ്റ്റ്, സ്പെക്യുലേഷൻ ലോസ് can be set off only against the profit of another speculation business and not any other business. ഇപ്പോൾ ഒരു ബിസിനസ്സിൻ്റെ അണ്ടറിൽ തന്നെ നമുക്ക് സ്പെക്കുലേഷൻ വരാം, നോൺ സ്പെക്കുലേഷൻ ബിസിനസ് വരാം. സ്പെക്കുലേഷൻ ബിസിനസ്സിൽ ലോസ് വന്നു കഴിഞ്ഞാൽ അത് സ്പെക്കുലേഷൻ ബിസിനസ്സിലുള്ള പ്രോഫിറ്റിൽ മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. But other business loss can be set off against profit of speculation business. ഇനിയിപ്പം നോൺ സ്പെക്കുലേഷൻ ബിസിനസ്സിൽ ഒരു ലോസ് വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് സ്പെക്കുലേഷൻ ബിസിനസ്സിലെ പ്രോഫിറ്റിലേക്ക് തിരിച്ച് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. പക്ഷേ സ്പെക്കുലേഷൻ ലോസ് നമുക്ക് അങ്ങോട്ട് നോൺ സ്പെക്കുലേഷനിലേക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ്, തേർഡ് വൺ പറയുന്ന ലോസ് ഫ്രം ആക്ടിവിറ്റി ഓഫ് ഓണിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് റേസ് ഹോഴ്സ് ക്യാൻ ബി സെറ്റ് ഓഫ് ഓൺലി അഗെയിൻസ്റ്റ് ദ ഇൻകം ഫ്രം ദ ആക്ടിവിറ്റി ഓഫ് ഓണിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് റേസ് ഹോഴ്സ്. ഇപ്പോൾ റേസ് ഹോഴ്സിൻ്റെ അത് നമ്മളെ അതർ സോഴ്സിലാണ് വരുന്നത് അല്ലെ, അതർ സോഴ്സിലെ ഒരു ഇൻകം ഫ്രം അതർ സോഴ്സ് എന്ന് പറയുന്ന ഹെഡിലുള്ള ഒരു സോഴ്സാണ് നമ്മുടെ മെയിൻറ്റെയിനിങ് ആൻഡ് റേസ് ഹോഴ്സ്. അതിൻ്റെ വിന്നിങ് ഫ്രം ഹോഴ്സ് റേസ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ലോസ് വരുവാണെങ്കിൽ അത് നമുക്ക് ഹോഴ്സ് റേസ് എന്നുള്ള സോഴ്സിലേക്ക് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഹെഡിൽ വരുന്ന ഇൻകം ഫ്രം അതർ സോഴ്സ് എന്നുള്ള ഹെഡിൽ വരുന്ന വേറെ ഒന്നിലേക്കും നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ്, ലോസസ് ഓഫ് ലോട്ടറി, ക്രോസ്വേർഡ് പസിൽസ്, gambling, card games or betting cannot be set off against such income. Further, no loss under any head can be set off against such income.
അപ്പം അതേപോലെ തന്നെ ലോസ് ഫ്രം ലോട്ടറി ക്രോസ് വേർഡ് പസിൽസ് ഇത് നമുക്ക് എങ്ങോട്ടും സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ വേറൊരു ഇൻകവും നമുക്ക് ഈ പറഞ്ഞ സോഴ്സസിലേക്ക് ഇങ്ങോട്ടും സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ലോട്ടറിയിൽ നമുക്ക് ഒരു 5 ലാക്ക് ലോട്ടറി അടിച്ചു എന്ന് വിചാരിച്ചോ, അപ്പൊ നമുക്ക് അപ്പുറത്തെ ഒരു ബിസിനസ്സിൽ ഒരു 2 ലാക്ക് ലോസ് ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് നമുക്ക് ഇങ്ങോട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ആ ഹെഡ് തന്നെയുള്ള നമ്മൾ ഇന്റർ സോഴ്സ് ആണ് പറയുന്നത്, സോറി. അപ്പൊ എക്സാമ്പിൾ വരുമ്പോൾ ഇപ്പം നമുക്ക് ലോസസ് ഓഫ് ലോട്ടറി അല്ല, ലോട്ടറിയിൽ നമുക്കൊരു 5 ലാക്ക് ഇൻകം ഉണ്ട്, തൊട്ടപ്പുറത്ത് നമുക്ക് അതർ സോഴ്സിൽ തന്നെ വരുന്ന വേറെ ഏതെങ്കിലും സബ്ലെറ്റിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഒരു ലോസ് വന്നു, പക്ഷേ ലോസ് തിരിച്ചെടുത്ത് നമുക്ക് ലോട്ടറിയിലുള്ള ഇൻകത്തിലേക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ ഈ പറഞ്ഞ ലോട്ടറി ക്രോസ് വേർഡ് പസിലുള്ള ലോസസ് വേറെ എവിടെ അങ്ങോട്ടും സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ്, ലോസ് ഫ്രം സ്പെസിഫൈഡ് ബിസിനസ് cannot be set off against income from other business. This loss can be set off only against income from other specified business. അതുപോലെ സ്പെസിഫൈഡ് ബിസിനസ് തരുവാണെങ്കിൽ ആ സ്പെസിഫൈഡ് ബിസിനസ്സിലെ ലോസ് നമുക്ക് സ്പെസിഫൈഡ് ബിസിനസ്സിൽ മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ സ്പെക്കുലേഷൻ ലോസിൽ പറഞ്ഞ പോലെ. പക്ഷെ ഇതിൽ പറയുന്നത് വേറെ ഒരു ലോസും ഇതിലേക്ക് ഇങ്ങോട്ടും സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. This loss can be set off against income from other specified business. Other specified businessലേക്ക് മാത്രമേ ഈ ലോസ് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നെക്സ്റ്റ്, ഇന്റർ ഹെഡ് അഡ്ജസ്റ്റ്മെന്റ്സ്. ഒരു ഹെഡിലുള്ള ലോസ് വേറൊരു ഹെഡിലുള്ള ഇൻകത്തിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്ന അതിനാണ് ഇന്റർ ഹെഡ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഡിഫറെന്റ് ഹെഡ്സ് ഓഫ് ഇൻകം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാം. ബട്ട് ദ ഫോളോയിങ് കണ്ടീഷൻസ് ആർ ടു ബി ഫോളോഡ് വൈൽ മേക്കിംഗ് ഇന്റർ ഹെഡ് അഡ്ജസ്റ്റ്മെന്റ്സ്. അപ്പോൾ അതിൽ കുറച്ച് കണ്ടീഷൻസ് നമ്മൾ ഫോളോ ചെയ്യാനുണ്ട്. ഒന്നാമത്തെ, ദ ലോസ് അണ്ടർ എനി ഹെഡ് ഓഫ് ഇൻകം അതർ ദാൻ ക്യാപിറ്റൽ ഗെയിൻ ക്യാൻ ബി സെറ്റ് ഓഫ് എഗെയിൻസ്റ്റ് ഇൻകം അണ്ടർ എനി അതർ ഹെഡ് ഇൻക്ലൂഡിംഗ് ക്യാപിറ്റൽ ഗെയിൻസ്. അപ്പോൾ ലോസ് അണ്ടർ എനി ഹെഡ് ഓഫ് ഇൻകം അതർ ദാൻ ക്യാപിറ്റൽ ഗെയിൻ, ക്യാപിറ്റൽ ഗെയിൻ അല്ലാത്ത വേറെ ഏത് ഹെഡിലുള്ള ലോസ് ആണെങ്കിലും ക്യാൻ ബി സെറ്റ് ഓഫ് എഗെയിൻസ്റ്റ് ഇൻകം അണ്ടർ എനി അതർ ഹെഡ് ഇൻക്ലൂഡിംഗ് ക്യാപിറ്റൽ ഗെയിൻ. ക്യാപിറ്റൽ ഗെയിനിലേക്ക് കൂടി അത് സെറ്റ് ഓഫ് ചെയ്യാം, അതുപോലെ വേറെ ഏത് ഹെഡിൽ വേണമെങ്കിലും സെറ്റ് ഓഫ് ചെയ്യാന്നാണ് പറയുന്നത്. സെക്കൻഡ്, ലോസ് അണ്ടർ ദ ഹെഡ് പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ കനോട്ട് ബി സെറ്റ് ഓഫ് എഗെയിൻസ്റ്റ് ഹെഡ് ഓഫ് സാലറീസ്. ഇനി ബിസിനസ് ഓർ പ്രൊഫഷന്റെ ലോസ് വരുവാണെങ്കിൽ അത് നമുക്ക് സാലറീസിലേക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. വേറെ എവിടെയും നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാം, പക്ഷേ സാലറീസിലേക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. ലോസസ് cannot be set off against winning from lottery, crossword puzzles, gambling and card games or betting. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഒരു ലോസും നമുക്ക് ലോട്ടറി, ക്രോസ്വേർഡ് പസിൽസ്, ഗാംബ്ലിംഗ് ഇതിലൊന്നും സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. ഇതിൽ നമ്മൾ സെപ്പറേറ്റ്ലി ടാക്സ് കൊടുത്തേ പറ്റുള്ളൂ. നെക്സ്റ്റ്, സ്പെക്കുലേഷൻ ലോസ് ഫ്രം ദ ആക്ടിവിറ്റി ഓഫ് ഓണിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് റേസ് ഹോഴ്സ് ആൻഡ് loss from specified business cannot be set off against income under any other head. അതേപോലെ സ്പെക്കുലേഷൻ ലോസ് ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്, അത് സ്പെക്കുലേഷൻ ബിസിനസ്സിൽ മാത്രമേ ചെയ്യാൻ പറ്റൂ എന്ന് പറഞ്ഞു. അപ്പം വേറെ ഹെഡിൽ കൊണ്ടേ ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ സ്പെസിഫൈഡ് ബിസിനസ്, ഓണിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് റേസ് ഹോഴ്സ് ഇതൊക്കെ അതേ സോഴ്സിൽ മാത്രമേ നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് പറയുന്നത്, unabsorbed depreciation is not a business loss, hence unabsorbed depreciation can be set off against income from the head salaries. നമ്മൾ നേരത്തെ പറഞ്ഞ ബിസിനസ് ലോസസ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സെറ്റ് ഓഫ് ചെയ്യാം, പക്ഷേ നമുക്ക് സാലറി അല്ലാത്ത വേറെ ഏത് ഹെഡിലും സെറ്റ് ഓഫ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ, നമ്മുടെ ബിസിനസ് ഓഫ് പ്രൊഫഷനിൽ വരുന്ന ലോസസ്. പക്ഷേ ബിസിനസ് ഓഫ് പ്രൊഫഷനിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് അൺഅബ്സോർബ്ഡ് ഡെപ്രിസിയേഷൻ എന്ന് പറയുന്നത്. ഡെപ്രിസിയേഷൻ വരുന്നത് ബിസിനസ്സിലാണ്, പക്ഷെ അതിനെ ബിസിനസ് ലോസ് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നില്ല. അത് ഏത് ഹെഡിൽ വേണമെങ്കിലും സെറ്റ് ഓഫ് ചെയ്യാം. അതുകൊണ്ട് തന്നെ അത് നമുക്ക് കൊണ്ടിട്ട് സാലറിയിലും നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പം നമ്മൾ ഇത്ര നേരം പറഞ്ഞതൊക്കെ നമുക്കൊരു സമ്മറി പോലെ നോക്കാം. ഒന്നാമത്തെ, ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയുടെ കേസ് വരുവാണെങ്കിൽ ഫസ്റ്റ്, ഇൻകം ഫ്രം എനി അതർ ഹൗസ് പ്രോപ്പർട്ടി. അപ്പം അതിൽ ആദ്യം സെറ്റ് ഓഫ് ചെയ്യേണ്ടത് വേറെ ഏതെങ്കിലും ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് വരുന്ന ഇൻകം ലോസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇതിലേക്ക് സെറ്റ് ഓഫ് ചെയ്യണം. ആൻഡ് ദെൻ എനി അതർ ഹെഡ് ഓഫ് ഇൻകം. അതിനുശേഷം മാത്രമേ നമുക്ക് വേറെ ഏതെങ്കിലും ഹെഡ് ഓഫ് ഇൻകത്തിലേക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഹൗസ് പ്രോപ്പർട്ടി ലോസ് വരുവാണെങ്കിൽ ആദ്യം ഹൗസ് പ്രോപ്പർട്ടിയുടെ അകത്ത് തന്നെയുള്ള ഏതെങ്കിലും ഹൗസ് പ്രോപ്പർട്ടിയിലുള്ള ഇൻകം ഉണ്ടെങ്കിൽ അതിൽ സെറ്റ് ഓഫ് ചെയ്യാം. അതിനുശേഷം മാത്രമേ നമുക്ക് വേറൊരു ഹെഡിലേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ. നെക്സ്റ്റ്, ലോസ് ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ. ഫസ്റ്റ്, ഇൻകം ഫ്രം എനി അതർ ബിസിനസ്. അപ്പോൾ ലോസ് ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ ഉണ്ടെങ്കിൽ ആദ്യം ഇൻകം ഫ്രം എനി അതർ ബിസിനസ് ഓർ പ്രൊഫഷൻ ഉണ്ടെങ്കിൽ അതിലേക്ക് സെറ്റ് ഓഫ് ചെയ്യാം. ആൻഡ് ദെൻ എനി അതർ ഹെഡ് ഓഫ് ഇൻകം എക്സെപ്റ്റ് സാലറി. അതിനുശേഷം നമുക്ക് വേറെ ഹെഡിലേക്ക് നോക്കാം, പക്ഷേ സാലറിയിൽ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല.
ലോസ് ഫ്രം സ്പെക്കുലേഷൻ ബിസിനസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഓൺലി ഇൻകം ഫ്രം സ്പെക്കുലേഷൻ ബിസിനസ്, വേറെ എവിടെയും വേറെ ഹെഡിലും എവിടെയും സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ, ഓൺലി ഇൻകം ഫ്രം ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. ഇപ്പോൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിലേക്ക് മാത്രം. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ, ഫസ്റ്റ് ഇൻകം ഫ്രം ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആൻഡ് ദെൻ ഫ്രം ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിൽ ആദ്യം ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ, അതിനുശേഷം എന്ത് ചെയ്യുക, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിലേക്ക് സെറ്റ് ഓഫ് ചെയ്യാം. ലോസ് ഫ്രം ദ ആക്ടിവിറ്റി ഓഫ് ഓയിങ് ആൻഡ് മെയിൻറ്റെയിനിങ് റേസ് ഹോഴ്സ്, ഓൺലി ഇൻകം ഫ്രം ദ ആക്ടിവിറ്റി ഓഫ് ഓയിങ് ആൻഡ് മെയിൻറ്റെയിനിങ് റേസ് ഹോഴ്സ്. അപ്പം റേസ് ഹോഴ്സിൻ്റെതാണെങ്കിൽ അതിൻ്റെ ഹെഡിലേക്ക് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ, അതിൻ്റെ ഹെഡിലല്ല, ആ സോഴ്സിലേക്ക് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. Losses of lottery, crossword puzzles, gambling, card games or betting cannot be set off against any income. ഈ ലോട്ടറിയുടെ അതിൻ്റെ ഒക്കെ ലോസ് വരുവാണെങ്കിൽ എവിടെയും സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത്രയാണ് നമ്മളെ കണ്ടീഷൻസ് വരുന്നത്. നോട്ട് പറയുന്നത് ഇൻകം ഫ്രം സാലറീസ് വിൽ നോട്ട് ഹാവ് ലോസ് ആസ് സച്ച്. അപ്പോൾ ഇതിൽ നമുക്ക് സാലറിയുടെ കാര്യം പറ്റില്ല, സാലറി ഹെഡിൻ്റെ കാര്യം പറ്റില്ല, ബിക്കോസ് ലോസ് ഫ്രം സാലറി എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഒരിക്കലും വരില്ല, അതുകൊണ്ട് സെറ്റ് ഓഫ് ചെയ്യേണ്ട ആവശ്യവുമില്ല. ഇപ്പോൾ സെറ്റ് ഓഫിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. സെറ്റ് ഓഫ് എന്തായിരുന്നു, സെയിം ഇയറിൽ ചെയ്യുന്നത് അല്ലേ. ഇനി നെക്സ്റ്റ് ഇയറിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളാണ് നോക്കാനുള്ളത്. ഈ ലോസസ് കനോട്ട് ബി സെറ്റ് ഓഫ് ഇൻ ദ സെയിം ഇയർ ഡ്യൂ ടു ഇനാഡക്വസി ഓഫ് ഇൻകം. ഒരു വർഷം സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് നമുക്ക് നെക്സ്റ്റ് അസസ്മെൻറ്റ് ഇയറിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്ത് പോവാം. ദ ഫോളോയിങ് ലോസസ് ക്യാൻ ബി ക്യാരി ഫോർവേഡ്. ഏതൊക്കെ ലോസസ് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നുണ്ട്. ഇതല്ലാതെ വേറെ ലോസസ് ഒന്നും ക്യാരി ഫോർവേഡ് ചെയ്യാൻ പാടില്ല കേട്ടോ. ഒന്നാമത്തെ ലോസ് അണ്ടർ ദ ഹെഡ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ വരുന്ന ലോസസ് നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം. രണ്ടാമത്തെ ലോസ് ഓഫ് നോൺ സ്പെക്കുലേഷൻ ബിസിനസ് ഓഫ് പ്രൊഫഷനിൽ വരുന്ന നോൺ സ്പെക്കുലേഷൻ മാത്രം ക്യാരി ഫോർവേഡ് ചെയ്യാം. പിന്നെ പറയുന്ന ലോസ് ഓഫ് സ്പെക്കുലേഷൻ ബിസിനസ് ക്യാരി ഫോർവേഡ് ചെയ്യാം, അതിൻ്റെ കണ്ടീഷൻ വേറെയാണ്. ലോസ് ഓഫ് സ്പെസിഫൈഡ് ബിസിനസ് ക്യാരി ഫോർവേഡ് ചെയ്യാം. ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ക്യാരി ഫോർവേഡ് ചെയ്യാം. ലോസ് ഫ്രം ദ ആക്ടിവിറ്റി ഓഫ് ഓയിങ് ആൻഡ് മെയിൻറ്റെയിനിങ് റേസ് ഹോഴ്സ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം. ഇതല്ലാത്ത വേറെ ഒന്നും ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റില്ല. ഇതിൽ ഓരോ പോയിന്റ് ആയിട്ട് നമുക്ക് നോക്കാം. ഒന്നാമത്തെ സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഹൗസ് പ്രോപ്പർട്ടിയിലെ ക്യാരി ഫോർവേഡ് ചെയ്യുന്ന ലോസസ് നമ്മൾ എന്ത് ചെയ്യും? ലോസ് അണ്ടർ ദ ഹെഡ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ക്യാൻ ബി സെറ്റ് ഓഫ് അഗെയിൻസ്റ്റ് ഇൻകം അണ്ടർ എനി അതർ ഹെഡ്. ഏത് ഹെഡിൽ വേണമെങ്കിലും നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാമെന്നാണ് പറയുന്നത്. If there is unabsorbed loss which can be carried forward for a period of 8 assessment years immediately succeeding the assessment year in which the loss was computed to be set off only against income under income from house property. അപ്പോൾ നമ്മൾ നോർമലി ചെയ്യുന്ന സമയത്ത് ലോസ് എന്ത് ചെയ്യും? സെയിം അസസ്മെൻറ്റ് ഇയറിൽ ചെയ്യുകയാണെങ്കിൽ ഹൗസ് പ്രോപ്പർട്ടിയിൽ ലോസ് നമുക്ക് എവിടെ വേണമെങ്കിലും സെറ്റ് ഓഫ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ആദ്യം നമ്മൾ ഹൗസ് പ്രോപ്പർട്ടി സെറ്റ് ഓഫ് ചെയ്യും, ബാക്കി ഉണ്ടെങ്കിൽ മറ്റേ ഹെഡിലേക്ക് മാറ്റും. പക്ഷേ നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യേണ്ട ലോസ് വരുവാണെങ്കിൽ ക്യാരി ഫോർവേഡ് നമുക്ക് 8 ഇയേഴ്സ് വരെ ക്യാരി ഫോർവേഡ് ചെയ്യാം. എന്ന് വെച്ചാൽ നമുക്ക് 5 lakh ലോസ് ഉണ്ട്, അടുത്ത വർഷം നമുക്ക് 1 lakh ആണ് പ്രോഫിറ്റ്, അവിടെ നമ്മൾ എന്ത് ചെയ്തു, 1 lakh അഡ്ജസ്റ്റ് ചെയ്തു, പിന്നെ നമ്മൾ അങ്ങോട്ട് അടുത്ത വർഷത്തേക്ക് ബാക്കി എടുത്തു. അങ്ങനെ നമുക്ക് 8 വർഷം വരെ സെറ്റ് ഓഫ് ചെയ്യാമെന്നാണ് പറയുന്നത്. പക്ഷേ അത് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുന്ന ഓൺലി അഗെയിൻസ്റ്റ് ഇൻകം അണ്ടർ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ആ സമയത്ത് നമുക്ക് ഹൗസ് പ്രോപ്പർട്ടിയിൽ മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് മുന്നേ നമുക്ക് സെയിം ഇയറിലാണെങ്കിൽ എവിടെ വേണമെങ്കിൽ സെറ്റ് ഓഫ് ചെയ്യാം. വൺസ് എ ലോസ് ഇസ് ക്യാരിഡ് ഫോർവേഡ് ഇറ്റ് ക്യാൻ ബി സെറ്റ് ഓഫ് ഓൺലി അഗെയിൻസ്റ്റ് ദ ഇൻകം ഫ്രം ദ സെയിം ഹെഡ്. അപ്പം ക്യാരി ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ സെയിം ഹെഡിൽ മാത്രമേ നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ഓഫ് നോൺ സ്പെക്കുലേഷൻ ബിസിനസ് ലോസ്. സ്പെക്കുലേഷൻ ബിസിനസിൻ്റെയും നോൺ സ്പെക്കുലേഷൻ്റെയും സെറ്റ് ഓഫ് എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ക്യാരി ഫോർവേഡ് എങ്ങനെയാണെന്ന് നോക്കാം. ദ ബിസിനസ് ലോസ് ക്യാൻ ബി ക്യാരിഡ് ഫോർവേഡ് സബ്ജക്ട് ടു ദ ഫോളോയിങ് കണ്ടീഷൻസ്. കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ഒന്നാമത്തെ, ദ ലോസ് ഷുഡ് നോട്ട് ബി സ്പെക്കുലേഷൻ ലോസ്. സ്പെക്കുലേഷൻ ലോസ് ആവാൻ പാടില്ല. സ്പെക്കുലേഷൻ ലോസ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് എങ്ങനെ സെയിം ഹെഡിൽ മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. ക്യാരി ഫോർവേഡിൻ്റെ കാര്യം നമ്മൾ പറയാം. നെക്സ്റ്റ്, ദ ബിസിനസ് ലോസ് ക്യാരിഡ് ഫോർവേഡ് ക്യാൻ ബി സെറ്റ് ഓഫ് ഓൺലി അഗെയിൻസ്റ്റ് ദ ഇൻകം അണ്ടർ ദ ഹെഡ് ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ. സെയിം ഹെഡിലേക്ക് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. The assessee who has incurred the loss only has the right to carry forward and set off it. അപ്പോൾ ആരുടെയാണോ ഏതാണോ SSC അയാൾക്ക് മാത്രമേ അത് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഇപ്പം ഒരു ബിസിനസ്സിലുള്ള ലോസ് വേറൊരു SSCയുടെ ബിസിനസ്സിലേക്കൊന്നും സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ്, ദ അൺഅബ്സോർബ്ഡ് ലോസ് ക്യാൻ ബി ക്യാരിഡ് ഫോർവേഡ് ഫോർ എ പീരിയഡ് ഓഫ് 8 അസസ്മെൻറ്റ് ഇയേഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതും നമുക്ക് 8 അസസ്മെൻറ്റ് ഇയേഴ്സിലേക്ക് നിങ്ങൾ നോക്കാം. മെജോറിറ്റി ഓഫ് ലോസസ് നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്യുന്ന 8 അസസ്മെൻറ്റ് ഇയേഴ്സ് ആണ്. അപ്പം നിങ്ങൾ ആ എക്സെപ്ഷൻ ആയിട്ട് ഏതൊക്കെയാണ് വരുന്നത്, 8 അല്ലാത്ത ഏതൊക്കെയാണ് വരുന്നത് അത് മാത്രം പഠിച്ചു വെച്ചാൽ മതി. ബാക്കിയൊക്കെ 8 ഇയേഴ്സ് തന്നെയാണ്.
അപ്പോൾ 8 ഇയേഴ്സ് വരെ ക്യാരി ഫോർവേഡ് ചെയ്യാന്ന് പറയുന്നുണ്ട്. ഇമ്മീഡിയറ്റ്ലി സക്സീഡ് ഇൻ ദ അസസ്മെന്റ് ഇയർ, ഏത് ഇയറിലാണോ നമുക്ക് ആ ലോസ് വന്ന് അത് കഴിഞ്ഞ് തൊട്ടടുത്തുള്ള 8 വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം. നെക്സ്റ്റ്, ദ SSC മസ്റ്റ് ഫയൽ എ റിട്ടേൺ ഓഫ് ലോസ് ഇൻ ഓർഡർ ടു ക്യാരി ഫോർവേഡ് ദ ലോസ്. ഇതൊരു മെയിൻ പോയിന്റ് ആണ്. എന്ന് വെച്ചാൽ SSC ഇപ്പോൾ ഒരാൾക്ക് ഒരു ലോസ് വന്നു, അപ്പോൾ ആ ലോസ് വന്ന സമയം അയാളുടെ റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത്, ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് ആ ലോസ് കാണിച്ചില്ലെങ്കിൽ അടുത്ത വർഷം അയാൾക്ക് ആ ലോസ് ക്യാരി ഫോർവേഡ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ ലോസ് ഉണ്ടെന്ന് ആദ്യം നമ്മൾ രേഖാമൂലം അറിയിക്കണം. ഇങ്ങനെ ഒരു ലോസ് നമുക്ക് ഉണ്ടെന്ന് നമ്മളുടെ റിട്ടേണിൽ തന്നെ നമുക്ക് കാണിക്കണം. എന്നാൽ മാത്രമേ നമുക്കത് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റുള്ളൂ. If the business has been discontinued, business discontinue ചെയ്യുകയാണെങ്കിൽ the loss can be carried forward and set up against the profit of continuing business. ഇപ്പോൾ ഡിസ്കണ്ടിന്യൂ ചെയ്ത ബിസിനസ് ആണെങ്കിൽ കണ്ടിന്യൂ ചെയ്ത വേറെ ഏതൊരു ബിസിനസ്സിലേക്ക് നമുക്കത് ക്യാരി ഫോർവേഡ് ആൻഡ് സെറ്റ് ഓഫ് ചെയ്യാം. But the filing of return is not necessary to carry forward loss from house property and unabsorbed depreciation. അപ്പോൾ ഹൗസ് പ്രോപ്പർട്ടിയുടെയും അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ്റെ കേസസിൽ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ അത് കാണിക്കണം എന്നില്ലെന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് സ്പെക്കുലേഷൻ ബിസിനസ് ലോസ്. സ്പെക്കുലേഷൻ നമ്മളിപ്പോൾ പഠിച്ചത് നോൺ സ്പെക്കുലേഷൻ ആണെന്ന് മാറിപ്പോകാൻ പാടില്ല. സ്പെക്കുലേഷൻ ബിസിനസിൻ്റെ ആണ് ഇപ്പോൾ പറയുന്നത്. സ്പെക്കുലേഷൻ മീൻസ് എ ട്രാൻസാക്ഷൻസ് ഇൻ വിച്ച് എ കോൺട്രാക്ട് ഫോർ പർച്ചേസ് ഓർ സെയിൽ ഓഫ് കമ്മോഡിറ്റി ഓർ ഷെയർ ടു ബി സെറ്റിൽഡ് അതർവൈസ് ദാൻ ബൈ ആക്ച്വൽ ഡെലിവറി ഓഫ് ദ കമ്മോഡിറ്റി ഓർ ഷെയർസ്. ഇപ്പോൾ ഷെയർസിലൊക്കെ വരുന്ന സ്പെക്കുലേഷൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പം അങ്ങനത്തെ കോൺട്രാക്ട്സിൻ്റെ കാര്യമാണ് നമ്മൾ സ്പെക്കുലേഷൻ ബിസിനസ്സിൽ വരുന്നത്. ലോസ് ഓൺ എ സ്പെക്കുലേഷൻ ബിസിനസ് ക്യാൻ ബി ക്യാരിഡ് ഫോർവേഡ് to the subsequent year and set off only against the profit of speculation business. Speculation businessലേക്ക് മാത്രമേ നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് ഇയറിൽ ക്യാരി ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാലും such loss can be carried forward for a period of 4 years. ഇപ്പോൾ ഇവിടെ വ്യത്യാസമുണ്ട്, 4 ഇയേഴ്സ് ആണ്. അപ്പോൾ സ്പെക്കുലേഷൻ ബിസിനസ്സിന് 4 ഇയേഴ്സ് ആണ്. ഇമ്മീഡിയറ്റ്ലി സക്സീഡിങ് ദ അസസ്മെന്റ് ഇയർ ഇൻ വിച്ച് ദ ലോസ് വാസ് കമ്പ്യൂട്ടഡ്. ലോസ് കമ്പ്യൂട്ട് ചെയ്തതിൻ്റെ നെക്സ്റ്റ് 4 ഇയേഴ്സിലേക്ക് മാത്രമേ നമുക്കത് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസ് ഓൺ സ്പെസിഫൈഡ് ബിസിനസ്. സ്പെസിഫൈഡ് ബിസിനസ്സിൽ വരുവാണെങ്കിൽ ദ ലോസ് ഓൺ സ്പെസിഫൈഡ് ബിസിനസ് ക്യാൻ ബി ക്യാരി ഫോർവേഡ് ടു ദ സബ്സിക്വൻറ്റ് ഇയർ ആൻഡ് സെറ്റ് ഓഫ് ഓൺലി അഗെയിൻസ്റ്റ് ദ പ്രോഫിറ്റ് ഓഫ് എനി സ്പെസിഫൈഡ് ബിസിനസ് ക്യാരിഡ് ഓൺ ദാറ്റ് ഇയർ ബൈ ദ SSC. ഇപ്പം നെക്സ്റ്റ് ഇയറിലേക്ക് നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം, പക്ഷെ അത് ആ ഇയറിലുള്ള സ്പെസിഫൈഡ് ബിസിനസ്സിലേക്ക് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട്. സച്ച് ലോസ് ക്യാൻ ബി ക്യാരി ഫോർവേഡ് വിത്തൗട്ട് എനി ടൈം ലിമിറ്റ് ആൻഡ് സെറ്റ് ഓഫ് ടിൽ ഇറ്റ് ഈസ് ഫുള്ളി സെറ്റ് ഓഫ്. അപ്പോൾ ഇവിടെ നമുക്ക് 8 ഇയേഴ്സും അല്ല 4 ഇയേഴ്സും അല്ല, എത്ര വർഷത്തേക്ക് വേണമെങ്കിലും ക്യാരി ഫോർവേഡ് ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് ഇയർ വ്യത്യാസമാണ്. അപ്പോൾ ഇത് ആലോചിച്ച് വെക്കാം. നമ്മുടെ ലോസ് ഓൺ സ്പെസിഫൈഡ് ബിസിനസ് എത്രയാണ്, എത്ര വർഷം വേണമെങ്കിലും സെറ്റ് ഓഫ് ആവുന്നത് വരെ നമുക്കത് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിന് നെക്സ്റ്റ് വരുന്ന സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ഓഫ് ക്യാപിറ്റൽ ലോസിൻ്റെ കാര്യമാണ്. ക്യാപിറ്റൽ ഗെയിൻ ഹെഡിൽ വരുന്ന ലോസസ് ഇല്ലേ, അപ്പോൾ അതിൽ 2 എണ്ണം ഉണ്ട് അല്ലേ. നമുക്ക് ഷോർട്ട് ടേം ഉണ്ട്, ലോങ് ടേം ഉണ്ട്. അപ്പോൾ അതിൽ ഓരോന്നിൻ്റെയും വ്യത്യാസമാണ്, അത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ്. ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് ക്യാൻ ബി ക്യാരിഡ് ഫോർവേഡ് ടു ദ സബ്സിക്വൻറ്റ് ഇയർ ആൻഡ് സെറ്റ് ഓഫ് എഗെയിൻസ്റ്റ് ക്യാപിറ്റൽ ഗെയിൻ ബോത്ത് ഷോർട്ട് ആൻഡ് ലോങ് ടേം. ഇപ്പം നമുക്ക് ഷോർട്ട് ടേം ആണെങ്കിൽ നമുക്ക് സബ്സിക്വൻറ്റ് ഇയറിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്തിട്ട് ഷോർട്ട് ടേമിലും ലോങ് ടേമിലും നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ഓൺ ദാറ്റ് ഇയർ സച്ച് ലോസ് ക്യാൻ ബി ക്യാരിഡ് ഫോർവേഡ് to be set off against capital gain for a period of 8 assessment years. അപ്പോൾ നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. ക്യാപിറ്റൽ ഗെയിനിൽ തന്നെ 2 ഹെഡിലും 2 സോഴ്സിലും സെറ്റ് ഓഫ് ചെയ്യാം. 8 ഇയേഴ്സിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം. ഇമ്മീഡിയറ്റ്ലി സക്സീഡിങ് ദ ഇയർ ഓഫ് അസസ്മെന്റ് ഇൻ വിച്ച് ദ ലോസ് വാസ് കമ്പ്യൂട്ടഡ്. ലോസ് കമ്പ്യൂട്ട് ചെയ്തതിൻ്റെ നെക്സ്റ്റ് ലോങ് ടേം ക്യാപിറ്റൽ ലോസ്. നെക്സ്റ്റ് വരുന്ന ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ആണ്. ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ക്യാൻ ബി ക്യാരിഡ് ഫോർവേഡ് ടു ദ സബ്സിക്വൻറ്റ് ഇയർ ആൻഡ് സെറ്റ് ഓഫ് അഗെയിൻസ്റ്റ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഓൺ ദാറ്റ് ഇയർ. അപ്പം നമുക്ക് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനും നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം, പക്ഷേ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൽ മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. സച്ച് ലോസ് ക്യാൻ ബി ക്യാരിഡ് ഫോർവേഡ് ടു ബി സെറ്റ് ഓഫ് അഗെയിൻസ്റ്റ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഫോർ എ പീരിയഡ് ഓഫ് 8 ഇയേഴ്സ്. അതും 8 ഇയേഴ്സ് വരെ നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം. സക്സീഡിങ് ഇമ്മീഡിയറ്റ്ലി സക്സീഡിങ് ദ അസസ്മെന്റ് ഇയർ ഇൻ വിച്ച് ദ ലോസ് വാസ് കമ്പ്യൂട്ടഡ്. ലോസ് കമ്പ്യൂട്ട് ചെയ്തതിൻ്റെ തൊട്ട് വരുന്ന 8 വർഷത്തേക്ക് നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം. നെക്സ്റ്റ് സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസ് ഫ്രം ആക്ടിവിറ്റി ഓഫ് ഓണിങ് ആൻഡ് മെയിൻറ്റെയിനിങ് റേസ് ഹോഴ്സ്. റേസ് ഹോഴ്സിൻ്റെ കേസിൽ വരുന്നതാണ്. അപ്പോൾ റേസ് ഹോഴ്സിൽ വരുന്ന ലോസസ് അതെങ്ങനെ നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. ഓണേഴ്സ് ഓഫ് റേസ് ഹോഴ്സ് ആർ അലൗഡ് ടു ക്യാരി ഫോർവേഡ് ആൻഡ് സെറ്റ് ഓഫ് ദ ലോസ് ഇൻകേർഡ് ബൈ ദം ഓൺ മെയിൻ്റെനൻസ് ഓഫ് റേസ് ഹോഴ്സ് എഗെയിൻസ്റ്റ് ദെയർ ഇൻകം ഫ്രം ദ സെയിം സോഴ്സ്.
അപ്പോൾ സെയിമിൽ വരുന്നത് മാത്രമേ നമുക്ക് സെയിം സോഴ്സിലേക്ക് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നുവെച്ചാൽ റേസ് ഹോഴ്സിലേക്ക് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. ദിസ് ലോസ് ക്യാൻ ബി ക്യാരിഡ് ഫോർവേഡ് ഫോർ 4 അസസ്മെൻറ്റ് ഇയേഴ്സ്. നമുക്കിത് 4 ആണ്, നമ്മൾ 8 അല്ല ആലോചിക്കണം. അപ്പോൾ ഇതും കൂടി നിങ്ങൾ ഓർമ്മിച്ച് വെക്കാം. സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസ് ഓഫ് ആക്ടിവിറ്റി ഓഫ് ഓണിങ് ആൻഡ് മെയിൻറ്റെയിനിങ് റേസ് ഹോഴ്സ്. അതിൽ നമുക്ക് 4 ഇയേഴ്സ് ആണ് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുന്നത്, ക്യാരി ഫോർവേഡും സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുന്നത്. സക്സീഡിങ് ദ അസസ്മെൻറ്റ് ഇയർ ഇൻ വിച്ച് ദ ലോസ് വാസ് കമ്പ്യൂട്ടഡ്. ലോസ് വന്നതിൻ്റെ തൊട്ടുള്ള 4 വർഷത്തേക്ക് മാത്രം നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റുള്ളൂ. Next, order of set off. If an assessee is entitled to claim depreciation, capital expenditure, etc., and carried forward losses, the following order in which the losses shall be set off. ഇപ്പോൾ നമുക്ക് ഡിപ്രിസിയേഷനും അതേപോലെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും കുറേ കാര്യങ്ങൾ ഒരുമിച്ച് വരുവാണ്, ലോസസും എല്ലാം ഒരുമിച്ച് വരുവാണെങ്കിൽ അതിൻ്റെ ഓർഡർ വേണം. ആദ്യം എന്ത് മൈനസ് ചെയ്യണം, അതിനുശേഷം എന്ത് മൈനസ് ചെയ്യാം, ബാക്കി ഇൻകം ഉണ്ടെങ്കിൽ അതിൽ എന്ത് അഡ്ജസ്റ്റ് ചെയ്യാം, അങ്ങനെ ഒരു കൺഫ്യൂഷൻ നമുക്ക് വരും. അപ്പോൾ അതാണ് നമ്മൾ ഓർഡർ ഓഫ് സെറ്റ് ഓഫിൽ പറയുന്നത്. ഒന്നാമത്തെ പറയുന്ന കറന്റ് ഇയർ ഡിപ്രിസിയേഷൻ ഓർ കറന്റ് ഇയർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഓൺ സയൻറ്റിഫിക് റിസർച്ച് ആൻഡ് കറന്റ് ഇയർ എക്സ്പെൻഡിച്ചർ ഓൺ ഫാമിലി പ്ലാനിംഗ് to the extent allowed. അപ്പോൾ നമുക്ക് കറന്റ് ഇയർ ഡിപ്രിസിയേഷൻ്റെത് നമുക്ക് എന്ത് ചെയ്യാം, SSCക്ക് ക്ലെയിം ചെയ്യാമെന്ന് പറയുന്നുണ്ട്. കറന്റ് ഇയർ ഡിപ്രിസിയേഷൻ ആണെങ്കിൽ അത് ആദ്യം മൈനസ് ചെയ്യാം, അല്ലെങ്കിൽ കറന്റ് ഇയർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ആദ്യം മൈനസ് ചെയ്യാം. അതിനുശേഷം പിന്നെ ഇൻകം ബാക്കിയുണ്ടെങ്കിൽ അതിൽ ബ്രോഡ് ഫോർവേഡ് ലോസ് ഫ്രം ബിസിനസ്. ഇപ്പോൾ ബിസിനസ്സിലാണല്ലോ നമ്മൾ ഇത് സെറ്റ് ഓഫ് ചെയ്യുന്നത്. അപ്പോൾ ബിസിനസ്സിൽ നെക്സ്റ്റ് വരുന്ന ബ്രോഡ് ഫോർവേഡ് ലോസ് ഫ്രം ബിസിനസ്, അതിനുശേഷം അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ, അതിൻ്റെ മുന്നത്തെ വർഷത്തെ ഡിപ്രിസിയേഷൻ, അൺഅബ്സോർബ്ഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഓൺ സയൻറ്റിഫിക് റിസർച്ച്, അതിനുശേഷം അൺഅബ്സോർബ്ഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഓൺ സയൻറ്റിഫിക് റിസർച്ചിലുള്ളത്. നെക്സ്റ്റ് അൺഅബ്സോർബ്ഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഓൺ സയൻറ്റിഫിക് റിസർച്ച് ആൻഡ് ഫാമിലി പ്ലാനിങ്. ഈ ഓർഡറിൽ വേണം നമ്മൾ മൈനസ് ചെയ്ത് വരാൻ. ചിലപ്പോൾ നമുക്ക് കറന്റ് ഇയർ ഡിപ്രിസിയേഷൻ മൈനസ് ചെയ്തപ്പോൾ തന്നെ നമ്മുടെ ആ ഇൻകം കംപ്ലീറ്റ് തീർന്നു പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയൊന്നും മൈനസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ ഓർഡർ നോക്കിയിട്ട് മാത്രമേ നമുക്ക് മൈനസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നമ്മൾ കുറേ സമയം കേട്ട ഒരു ടേമാണ് അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത്. അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ എന്താണെന്ന് നോക്കാം. ഇൻ സർട്ടൻ കേസസ് ദ പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ ഓഫ് എൻ SSC മെ നോട്ട് ബി സഫീഷ്യൻറ്റ് ഇനഫ് ടു റൈറ്റ് ഓഫ് എലിജിബിൾ ഡിപ്രിസിയേഷൻ ഫുള്ളി. ഈ വർഷം ചാർജ് ചെയ്യേണ്ട ഡിപ്രിസിയേഷൻ ചിലപ്പോൾ നമുക്ക് അവിടെ പ്രോഫിറ്റ് ഇല്ലാത്ത കാരണം കൊണ്ട് ആ വർഷം ചാർജ് ചെയ്യാൻ പറ്റിയില്ലെന്ന് വരാം. So much of depreciation which could not be claimed due to insufficient profit ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ക്ലെയിം ചെയ്യാൻ പറ്റാതെ പോയ ഡിപ്രിസിയേഷൻ for the previous year is called unabsorbed depreciation. അതിനാണ് നമ്മൾ unabsorbed depreciation എന്ന് പറയുന്നത്. unabsorbed depreciation വരുവാണെങ്കിൽ നമുക്ക് എത്ര വർഷത്തേക്ക് വേണമെങ്കിലും ക്യാരി ഫോർവേഡ് ചെയ്യാം, അതേപോലെ തന്നെ ഏത് ഹെഡിൽ വേണമെങ്കിലും സെറ്റ് ഓഫ് ചെയ്യാം. അങ്ങനെയാണ് അതിൻ്റെ കണ്ടീഷൻ വരുന്നത്. അപ്പോൾ അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ്റെ ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ ഓഫ് എ ബിസിനസ് ഓഫ് എൻ SSC ക്യാൻ ബി സെറ്റ് ഓഫ് അഗെയിൻസ്റ്റ് ദ പ്രോഫിറ്റ് ഓഫ് സം അതർ ബിസിനസ് ഓർ പ്രൊഫഷൻ ഓഫ് ദ SSC. വേറെ ബിസിനസ്സിലേക്ക് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാം. ഇഫ് ദ പ്രോഫിറ്റ് ഓഫ് എനി അതർ ബിസിനസ് ഓർ പ്രൊഫഷൻ ആർ അൺഎബിൾ ടു അബ്സോർബ് ദ ഹോൾ എമൗണ്ട് ഓഫ് ഡിപ്രിസിയേഷൻ അലവൻസ്, ദ ബാലൻസ് ഓഫ് സച്ച് അലവൻസ് ക്യാൻ ബി സെറ്റ് ഓഫ് അഗെയിൻസ്റ്റ് ഹിസ് ഇൻകം ചാർജബിൾ അണ്ടർ എനി അതർ ഹെഡ് ഓഫ് ദാറ്റ് ഇയർ. അപ്പോൾ ആദ്യം നമ്മൾ സെയിം ഹെഡിൽ സെറ്റ് ഓഫ് ചെയ്യാം, ബിസിനസ്സിലേക്ക് തന്നെ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുമോ നോക്കും. പറ്റിയില്ലെങ്കിൽ നമുക്ക് ഏത് ഹെഡിലും, ശരിക്കും ബിസിനസ് ഇൻകം ബിസിനസ് ലോസ് നമുക്ക് സാലറി സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് സാലറിയിൽ വരെ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. ഇഫ് സ്റ്റിൽ സം പാർട്ട് ഓഫ് സച്ച് അലവൻസ് റിമെയിൻസ് അൺഅബ്സോർബ്ഡ്, അപ്പോൾ ഒരു വർഷം നമ്മൾ നോക്കി എല്ലാ ഹെഡും നോക്കി എന്നിട്ടും ബാക്കി വരുവാണെങ്കിൽ ഇറ്റ് ക്യാൻ ബി ക്യാരിഡ് ഫോർവേഡ് ടു ദ ഫോളോയിങ് അസസ്മെൻറ്റ് ഇയർ. നെക്സ്റ്റ് ഇയറിലേക്ക് നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം. ദ അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ ഷാൽ ബി ആഡഡ് ടു ദ ഡിപ്രിസിയേഷൻ അലവൻസ് ഫോർ ദ സക്സീഡിംഗ് പ്രീവിയസ് ഇയർ till such time it is fully claimed. അപ്പോൾ അത് ക്ലെയിം ചെയ്യുന്നത് വരെ നമുക്ക് എല്ലാ വർഷവും നമുക്കത് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റാമെന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. Mr. A gives the following details relating to the previous year 2019-20. അപ്പോൾ കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് തന്നിട്ടുണ്ട്. ഒന്നാമത്തെ പറയുന്ന ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കമ്പ്യൂട്ടഡ്. ഈ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി തരുമ്പോൾ നിങ്ങൾ കമ്പ്യൂട്ടഡ് ഉണ്ടോ എന്ന് നോക്കണം. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കമ്പ്യൂട്ട് ചെയ്യണം. കമ്പ്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റെന്റ് റിസീവ്ഡ് ആണ് തന്നിട്ടിരിക്കുന്നത്, വേറെ അത് ഡിഡക്ഷൻ ഒന്നും തന്നിട്ടില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ അതിൻ്റെ 30% സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എങ്കിലും മൈനസ് ചെയ്തിട്ട് കാണിക്കാൻ പറ്റുള്ളൂ. ഇവിടെ കമ്പ്യൂട്ടർ ആയതുകൊണ്ട് നമുക്ക് നേരെ എമൗണ്ട് എടുക്കാം. അപ്പോൾ 36,000 തന്നിട്ടുള്ളത്. നെക്സ്റ്റ് പ്രോഫിറ്റ് ഫ്രം ടിംബർ ബിസിനസ് തന്നിട്ടുണ്ട് 70,000.
നെക്സ്റ്റ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ 16,000, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ 34,000, ലോങ് ടേം ക്യാപിറ്റൽ ലോസ് 48,000. ഇത്രയും ഡാറ്റ നമുക്ക് തന്നിട്ടുള്ളത്. ഹി ഹാസ് ദ ഫോളോയിങ് ബ്രോഡ് ഫോർവേഡ് ലോസസ് ടു. ബ്രോഡ് ഫോർവേഡ് ലോസസും കൂടി തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ബിസിനസ് ലോസ് ഫോർ ദ പ്രീവിയസ് ഇയർ 2018-19 60,000. 18-19 വരുന്ന ബിസിനസ് ലോസ് തന്നിട്ടുണ്ട് 60,000 ആണ്. ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഫോർ ദ പ്രീവിയസ് ഇയർ 18-19. പ്രീവിയസ് ഇയറിൽ വരുന്ന ഹൗസ് പ്രോപ്പർട്ടി ലോസും കൂടി ഉണ്ട് 42,000. കമ്പ്യൂട്ട് ഹിസ് ഗ്രോസ് ടോട്ടൽ ഇൻകം ഫോർ ദ അസസ്മെന്റ് ഇയർ 2019-20. നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഗ്രോസ് ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാനാണ്. നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന്. നമുക്ക് ഓരോ ഹെഡായിട്ട് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ തന്നിരിക്കുന്നത് അത് തന്നെ എടുക്കാം. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി 36,000 തന്നിട്ടുണ്ട്. അപ്പോൾ ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഏതെങ്കിലും ലോസ് വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം സെയിം ഹെഡിൽ. അപ്പോൾ ഇവിടെ ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി തന്നിരിക്കുന്നതാണെങ്കിൽ പ്രീവിയസ് ഇയറിലതുമാണ്. അപ്പോൾ പ്രീവിയസ് ഇയറിൽ ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി നമുക്ക് ഈ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നേരെ അതിലേക്ക് തന്നെ സെറ്റ് ഓഫ് ചെയ്യാം. ഇപ്പോൾ ലോസ് നമുക്ക് 42,000 ഉണ്ട്. ഈ വർഷം 32,000 മാത്രമേ നമുക്ക് ഇവിടെ ഇൻകം ഉള്ളൂ. അപ്പോൾ 36,000 ഈ 42,000 ബാക്കിയുള്ള നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്യേണ്ടി വരും. ബാക്കി എന്ന് വെച്ചാൽ അടുത്ത വർഷത്തേക്ക് മാറ്റിയിട്ട് അടുത്ത വർഷം സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുമോ നോക്കണം. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ 36,000 ഈ വർഷത്തെ 36,000 കഴിഞ്ഞ വർഷത്തെ 42,000 ലോസിൽ 36 നമുക്ക് മാക്സിമം സെറ്റ് ഓഫ് ചെയ്യാം അല്ലേ. അതുകൊണ്ട് ആ മാക്സിമം 36,000 സെറ്റ് ഓഫ് ചെയ്തു അതിനകത്ത്. പിന്നെ നമുക്ക് നോക്കുമ്പോൾ ഹൗസ് പ്രോപ്പർട്ടിയിൽ ഇൻകം ഒന്നും ഇല്ല, കംപ്ലീറ്റ്ലി നമ്മൾ സെറ്റ് ഓഫ് ചെയ്ത് പോയി. പക്ഷെ അവിടെ ഒരു 6,000 ലോസ് ബാക്കിയുണ്ട് അല്ലേ. ആ ലോസ് നമ്മൾ ബ്രാക്കറ്റിൽ എഴുതിയാൽ മതി. അത് ക്യാരി ഫോർവേഡ് എന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതി തന്നെ കാണിക്കണം. അത് വെറുതെ അവിടെ വെക്കാൻ പറ്റില്ല. ഒന്നിക്കിൽ ഇതിനെ തന്നെ ബ്രാക്കറ്റിൽ എഴുതാം, അല്ലെങ്കിൽ താഴെ നോട്ട് എന്ന് പറഞ്ഞിട്ട് കാണിക്കാം. ഹൗസ് പ്രോപ്പർട്ടി ലോസിൽ പ്രീവിയസ് ഇയർ 2018-19 ബാലൻസ് 6,000 ഈസ് ക്യാരിഡ് ഫോർവേഡ് എന്ന് പറഞ്ഞിട്ട് എഴുതി തന്നെ കാണിക്കണം. നെക്സ്റ്റ് പ്രോഫിറ്റ് ഫ്രം ടിമ്പർ ബിസിനസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ടിമ്പർ ബിസിനസ് എന്ന് പറഞ്ഞാൽ സ്പെസിഫൈഡ് ബിസിനസ്സോ അതേപോലെ തന്നെ സ്പെക്കുലേഷനോ ഒന്നുമല്ല. അതുകൊണ്ട് നെക്സ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന ബിസിനസ് ലോസ് ഫോർ ദ പ്രീവിയസ് ഇയർ 18-19 അത് നമുക്ക് സ്പെസിഫൈഡ് ഇതൊന്നുമല്ല. അപ്പം നമുക്ക് ഡയറക്റ്റ്ലി നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാം. എന്ത് ചെയ്യാം? ആ ഹെഡിൽ തന്നെ നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാം. ക്യാരി ഫോർവേഡ് ബിസിനസ് ലോസ് 60,000 ആണ് ലോസ്. നമുക്ക് പ്രോഫിറ്റ് എത്ര ഉണ്ടായിരുന്നു? 70,000 ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് അവിടെ സെറ്റ് ഓഫ് കംപ്ലീറ്റ്ലി സെറ്റ് ഓഫ് ചെയ്ത് പോവുകയും ചെയ്തു. നമുക്കൊരു ഇപ്പോൾ 10,000 ഇൻകം അവിടെ ബാക്കിയുണ്ട്. അപ്പോൾ 10,000 എന്ത് ചെയ്യാം? നമുക്ക് ഇൻകം ആയിട്ട് അപ്പുറത്ത് കാണിക്കാം, അടുത്ത കോളത്തിലേക്ക് കാണിക്കാം. നെക്സ്റ്റ് വരുന്ന ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്, ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ഉണ്ട്. ലോങ് ടേം ക്യാപിറ്റൽ ലോസ് എവിടെ മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ? ലോങ് ടേം ക്യാപിറ്റൽ ഗെയിന് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനിൽ ഒന്നും സെറ്റ് ഓഫ് ചെയ്യാനില്ല അല്ലേ. അല്ലെങ്കിൽ നമുക്ക് ഈ ക്യാപിറ്റൽ ലോസ് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ നേരെ നമുക്ക് ഔട്ടർ കോളത്തിലേക്ക് എഴുതാം 16,000. ഇനി ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ 34,000 ഉണ്ട്, ലോങ് ടേം ക്യാപിറ്റൽ ലോസ് 48,000 ഉണ്ട്. അപ്പം നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുന്നിടത്തോളം അവിടെ സെറ്റ് ഓഫ് ചെയ്യാം അല്ലേ. നമുക്ക് ഹൗസ് പ്രോപ്പർട്ടി ചെയ്തതുപോലെ 34,000 എന്ത് ചെയ്തു? ലോങ് ടേം ക്യാപിറ്റൽ ലോസിൽ 34,000 അവിടെ സെറ്റ് ഓഫ് ചെയ്തു. ബാക്കി എത്ര ഉണ്ട്? ഇനി 14,000. അതെന്ത് ചെയ്യാം? നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്യാം. അപ്പോൾ അവിടെ നോട്ട് കാണിക്കണം 14,000 ക്യാരി ഫോർവേഡ് ചെയ്തു. അപ്പം ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ കംപ്ലീറ്റ്ലി തീർന്നു. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൽ ഇനി ഇൻകം ഒന്നും ഇല്ല, അപ്പം നില്ല. അപ്പം നമ്മുടെ കയ്യിൽ ഇപ്പോൾ ശരിക്കും എത്രയേ ഉള്ളൂ? ഒരു 10,000 നമ്മുടെ ബിസിനസ്സിൻ്റെ ബാക്കിയും പിന്നെ ഒരു ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ 16,000 മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് മാത്രമേ നമുക്ക് ടാക്സബിൾ ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം 26,000 മാത്രമേ ഉള്ളൂ. അപ്പോൾ 26,000 ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞിട്ട് കാണിക്കാം. നമ്മൾ ഇന്ന് പഠിച്ചത് സെറ്റ് ഓഫും അതേപോലെ ക്യാരി ഫോർവേഡ് ആൻഡ് സെറ്റ് ഓഫ് ആണ്. അപ്പോൾ സെറ്റ് ഓഫിൽ നമ്മൾ ഇൻട്രാ ഹെഡ് ഉണ്ട്, അതേപോലെ തന്നെ ഇന്റർ ഹെഡ് അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ട്. അത് രണ്ടും നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ ക്യാരി ഫോർവേഡ് ഓഫ് ലോസസിൽ ഒരു 6 ഇൻകം മാത്രമേ നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ആ 6 ഇൻകത്തിൻ്റെയും ക്യാരി ഫോർവേഡ് എങ്ങനെയാണ്, എവിടെ നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്തതിന് ശേഷം എങ്ങനെ സെറ്റ് ഓഫ് ചെയ്യാം, ഇതൊക്കെ നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ട ഇയർ ആണ്. ഇത് തിയറി വരുമ്പം നമ്മൾ തിയറി വരാൻ ചാൻസ് ഉള്ളതാണ്. അപ്പം എന്ത് ചെയ്യണം? അതിൻ്റെ ഇയർ കൂടി നോട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ 8 ഇയേഴ്സ് ഏതാ ഉള്ളത്, ഇത് ജസ്റ്റ് ഒരു നോട്ട് പോലെ നിങ്ങൾ എവിടെയെങ്കിലും എഴുതി വെച്ചാൽ മതി. ഇന്നത് അതിൻ്റെ നേരെ ഇയർ എഴുതി വെക്കാം. ഇപ്പോൾ 8 ഇയേഴ്സ് ഉള്ളതൊക്കെ ഒരുമിച്ച് നോക്കാം. മറ്റേ 8 ഇയേഴ്സ് ഇല്ലാത്ത ആകെ 3 ഉള്ളൂ. അത് നിങ്ങൾ സെപ്പറേറ്റ്ലി ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ നമ്മൾ ഓർഡർ ഓഫ് സെറ്റ് ഓഫ് പഠിച്ചു, അൺഅബ്സോർബ് ഡെപ്രീസിയേഷൻ എന്താണെന്ന് പഠിച്ചു. പിന്നെ ഇതിൻ്റെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം നമ്മൾ നോക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒന്നും വരാനില്ല. ഈ പറഞ്ഞ റൂൾസ് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് പ്രോബ്ലംസ് മാത്രമേ വരുള്ളൂ. അപ്പോൾ ഇതുവരെയുള്ള എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കൂടി വീണ്ടും കാണാം. അതുവരേക്കും ഹാപ്പി ലേണിംഗ്.